ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾ കണ്ടോ നല്ല നാടൻ വറുത്തരച്ച ഞണ്ടാണ് ഞാൻ നിങ്ങൾക്കിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. നല്ല തേങ്ങയൊക്കെ വറുത്തരച്ച ഞണ്ട് മസാല റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഞാനൊരു 10 ഞണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് വറുത്തരച്ച് വെക്കാനായിട്ട്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ ഞണ്ടിനെ മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ഇട്ട് ആദ്യം ഒന്ന് വേവിച്ച് റെഡിയാക്കി വെക്കണം. അപ്പോൾ നല്ലൊരു പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം തേങ്ങ അതിനകത്തിട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കതിനെ ചെറിയ തീയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ കൂടെ 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്കിപ്പോൾ ആഡ് ചെയ്യാം. തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും കൂടെ ഞാനിപ്പോൾ ഒരു 5 ചുവന്നുള്ളി കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ചേർത്തിട്ട് വേണം നമുക്കിതിന് ഒരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ മൂപ്പിച്ച് എടുക്കാനായിട്ട്. ചെറിയ തീയിൽ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് തേങ്ങ ഒരുപോലെ മൊരിഞ്ഞു കിട്ടുകയുള്ളൂ. എന്നിട്ട് വേണം വെള്ളം തൊടാതെ നമുക്കിതിനെ അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. എന്നാലും ഇനി മൂക്കണം. അതിൻ്റെ കൂടെ ഞാൻ 1 ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കണം. അതും കൂടെ ഞാനിങ്ങനെ ചെറിയ തീയിലിട്ട് മൂപ്പിച്ചെടുക്കും. ഇപ്പോൾ തേങ്ങയൊക്കെ ഒരുമാതിരി മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ഇതും കൂടെ ഇട്ട് നന്നായിട്ട് നമുക്കതിനെ വഴറ്റിയെടുക്കാം. റോസ്റ്റ് ചെയ്ത് ആ ഞണ്ടിനുള്ള വറുത്തര റെഡിയായിട്ടുണ്ട്. ഞാൻ വെള്ളം തൊടാതെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ ഞണ്ടിൻ്റെ വറുത്തരച്ച മസാലയല്ല, അല്ലാത്ത മസാല ഉണ്ടാക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നല്ലതായിട്ട് പൊട്ടി വരുന്നുണ്ട്. അതിനകത്തോട്ട് ഒരു സവോള, കുറച്ച് ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി ഇടുക. എന്നിട്ട് ഇതിന് നന്നായിട്ട് വഴറ്റണം. നല്ല ബ്രൗൺ ആവുന്നവരെ ഇതിനെ വഴറ്റിയെടുക്കണം. കടുക് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് സവോളയും വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. ഇതൊക്കെ ഇവിടെ ഗാർഡനിലുണ്ടായ കറിവേപ്പിലയാണ്. അപ്പോൾ നല്ല ഫ്രഷ്, ഒട്ടും മായൊന്നും ചേർക്കാത്ത നല്ല കറിവേപ്പിലയും ഇട്ട് ഇതിന് ഒരു നല്ല ബ്രൗൺ ആവണം. അതുവരെ നമുക്കിതിനെ വഴറ്റിയിടാം. സവാളയൊക്കെ ഒരുമാതിരി ബ്രൗണായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി, ബ്രൗൺ ആയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് പുളിവെള്ളം, അതായത് ഞാനൊരു 3 കഷ്ണം കുടംപുളി കുതിർത്ത് വെച്ച വെള്ളം. എന്നിട്ട് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ കുറച്ചിട്ടിട്ട് നമുക്കിതിനെ ഒന്ന് വേവിക്കണം. അപ്പോൾ ആ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് വെന്ത് നല്ല ആ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ അതിനകത്ത് പിടിച്ചോളും. അതിന് വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എന്നിട്ട് തിളച്ച് കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ചിടണം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചിടും. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ ആ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി ആ വെളുത്തുള്ളി സവോളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് ആ വേവിച്ച ഞണ്ടിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ വേവിച്ച ഞണ്ട് കഷ്ണത്തിന് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കാം. ആ ഞണ്ട് വേവിച്ച വെള്ളം ഞാൻ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആ വറുത്തരച്ച് അത് കലക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പം ഞണ്ട് തന്നെ ഇതിനകത്തൊന്ന് ആ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഞണ്ടിനെ തന്നെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത കോക്കനട്ട് ഞാൻ വെള്ളം ചേർക്കാതെ അരച്ചെടുത്തിട്ട് നമ്മൾ ആ ഞണ്ടിൻ്റെ വേവിച്ച വെള്ളത്തിലൊന്ന് ചാലിച്ചെടുക്കുകയാണ്. ഇതാണ് നമ്മൾ ആ കറിയിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല കൊഴുത്ത ഗ്രേവിയും കിട്ടും, നല്ല ഫ്ലേവറും കിട്ടും കോക്കനട്ടിൻ്റെ. ഉണ്ടോ, ഞണ്ടങ്ങനെ ആ കുടംപുളിയും സവോളയും എല്ലാത്തിലും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് ചേർക്കാനുള്ള സമയമായി. അരപ്പ് ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കണം. അപ്പോഴാണ് അരപ്പും കൂടെ ചേർക്കുമ്പോഴേ അതിനകത്ത് കറക്റ്റ് മസാലാസ്, നമ്മൾ വേറെ മസാലാസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ലല്ലോ. നല്ല റോസ്റ്റ് ചെയ്ത കോക്കനട്ടിൻ്റെ നല്ല വറുത്തരച്ച ഗ്രേവി, ഇതാണ് ഈ കറിയുടെ ടേസ്റ്റ്. അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ പാത്രത്തിൽ നിന്ന് മുഴുവൻ ഇട്ടിട്ട് ഞാനത് ഇളക്കി യോജിപ്പിച്ച് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അതിന് യോജിപ്പിച്ചെടുക്കണം നമ്മൾ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ആ വറുത്തരച്ച ഗ്രേവി എല്ലാം ചേർത്ത് ഞണ്ട് മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് കുറച്ച് അരച്ച അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കുറച്ച് ഒരു ഇച്ചിരി നെടുകിയാണ് ഇപ്പോൾ എടുത്തേക്കുന്നത്. നമ്മളത് തിളച്ച് ഒന്ന് വറ്റി ആ ഞണ്ടിലൊക്കെ പരണ്ടിരിക്കുന്ന കുറച്ചും കൂടെ ഒന്ന് വറ്റാനുണ്ട്. എന്നിട്ട് വേണം ഇതിനെ നടുപ്പത്തൊന്ന് മാറ്റി നമുക്ക് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങളും കണ്ടല്ലോ, ഇത് നല്ല വറുത്തരച്ച ഞണ്ട്. നമ്മുടെ
ഞണ്ട് വറുത്തരച്ചത് റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പറ്റിയൊരു വിഭവമാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ ബെല്ലും പ്രസ് ചെയ്യണേ.